ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 10 ശ്ലോകം 6. ഈ ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളിലായിട്ട് ബ്രഹ്മദേവൻ നടത്തിയ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആദ്യം തന്നെ ബ്രഹ്മദേവനിൽ നിന്നും അജ്ഞാനവൃത്തികളാണ് ഉണ്ടായത്. അതിൽ മനസ്സു നൊന്ത ബ്രഹ്മാവ് പിന്നീട് ഭഗവാനെ തപസ് ചെയ്യുകയും അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആ മനസ്സിൽ നിന്ന് തന്നെ മാനസപുത്രന്മാരായി സനകാദികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ പുത്രന്മാരായ സനകാദി മഹർഷിമാരോട് സൃഷ്ടികർമ്മം തുടർന്ന് ചെയ്യാൻ ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവൻ മുക്തരായ സനകാദികൾ ആ വാക്കുകളെ നിഷേധിച്ചു. ഈ പിതാവിൻ്റെ വാക്കുകളെ പുത്രന്മാർ നിഷേധിച്ചത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് കോപം വന്നു. ആ കോപത്തെ ഉള്ളിലടക്കാൻ ശ്രമിച്ചെങ്കിലും കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്നും രുദ്രദേവൻ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ബ്രഹ്മദേവന്റെ കോപത്തിൽ നിന്നും ഉണ്ടായത് കൊണ്ട് തന്നെ രുദ്രദേവനിൽ ആ തമോവാസനയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. തമോ ഗുണവാസനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനിച്ചപ്പോൾ തന്നെ കർമ്മം ചെയ്യാനുള്ള വ്യഗ്രതയാൽ അദ്ദേഹം പിതാവിനോട് തനിക്ക് സ്ഥാനമാനങ്ങൾ നൽകൂ, നാമങ്ങൾ നൽകൂ എന്ന് ആവശ്യപ്പെട്ട് രോദനം ചെയ്തതുകൊണ്ട് ആ മകന് രുദ്രൻ എന്ന നാമവും ബ്രഹ്മാവ് നൽകി. അങ്ങനെ രുദ്രദേവന് 11 നാമങ്ങളും അങ്ങനെ അതിന് ചേർന്ന രൂപങ്ങളും 11 സ്ഥാനങ്ങളും ഓരോ 11 രുദ്രന്മാർക്കുമായിട്ട് ഓരോ പത്നിമാരെയും ബ്രഹ്മദേവൻ കൽപ്പിച്ചു നൽകി. ഇനി ഈ 6ാമത്തെ ശ്ലോകത്തിൽ രുദ്രദേവന്റെ പ്രജാസൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത്. ശ്ലോകം 6. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘാ സംപൂര്യമാണ ഭുവനത്രയഭീതചേതാ മാമാ പ്രജാസൃജതപശ്ചരമംഗളായേ ത്യാജഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. രുദ്രാഭി സൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംപൂര്യമാണ ഭുവനത്രയം ഭീതചേതഃ മാ പ്രജാഃ സൃജ തപഃ ചര മംഗളായ ഇതി ആചഷ്ട തം കമലഭൂ ഭവദീരിതാത്മാ. അർത്ഥം: രുദ്രാഭി സൃഷ്ട ഭയദാകൃതി രുദ്രസംഘ, അതായത് രുദ്രൻ തന്നെ ആ ബ്രഹ്മദേവന്റെ കോപത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ദേവനാണ് രുദ്രദേവൻ. അതുകൊണ്ട് തന്നെ രുദ്രദേവനിൽ ഇരിക്കുന്ന ആ തമോ ഗുണവാസനയുടെ ഫലമായിട്ട് രുദ്രാഭി സൃഷ്ട, രുദ്രൻ സൃഷ്ടിച്ച ഭയദാകൃതി രുദ്രസംഘ, ഭയങ്കര രൂപികളായ രുദ്രന്മാർ. അപ്പൊ രുദ്രദേവന്റെ ഗുണവാസന ഏതാണോ അതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട പുത്രന്മാരെല്ലാം തന്നെ ഭയങ്കര രൂപികളായിട്ടുള്ള തമോ ഗുണസ്വരൂപികളായിട്ടുള്ളവരായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായ രുദ്രന്മാരുടെ സംഘ, ആ ഗണങ്ങൾ സംപൂര്യമാണ ഭുവനത്രയം, ഈ 3 ലോകത്തിലും നിറഞ്ഞു വരുന്നത് കണ്ട് ഭീതചേതഃ, ഉള്ളിൽ ഭയം തോന്നിയ കമലഭൂ, ആ ബ്രഹ്മാവ് ഭവദീരിതാത്മാ, ഭഗവാനെ അങ്ങ് തന്നെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതനുസരിച്ച്, അതായത് ഭഗവാൻ തന്നെയാണ് സർവരുടെയും ഉള്ളിലിരുന്ന മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്നതും. അപ്പൊ ഭഗവാൻ തന്നെ ആ ബ്രഹ്മദേവന്റെ ഉള്ളിലിരുന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ പ്രേരിപ്പിച്ചതനുസരിച്ച് പ്രജാ മാ സൃഷ്ട, അരുത്, അങ്ങ് ഇനി പ്രജാ സൃഷ്ടി ചെയ്യരുത്. മംഗളായ തപഃ ചര, ഈ ലോകത്തിന്റെ നന്മയ്ക്കായി അങ്ങ് തപസ് ചെയ്താലും ഇതി, ഇപ്രകാരം തം ആചഷ്ട, ആ രുദ്രദേവനോട് പറഞ്ഞു എന്ന്. അതായത് ബ്രഹ്മാവിന്റെ തന്നെ കോപത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ് രുദ്രദേവൻ. അതുകൊണ്ട് തന്നെ തമോ ഗുണവാസന കൂടുതലുള്ളത് കൊണ്ട് രുദ്രദേവനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട, അദ്ദേഹം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം തന്നെ തമോവാസന കൂടുതലുള്ള ഭയങ്കര രൂപികളായവരായിരുന്നു. അവരെ കൊണ്ട് അപ്പൊ സൃഷ്ടികർമ്മം ഇങ്ങനെ ഇടതടവില്ലാതെ നടത്തിയപ്പോൾ അവരാൽ ഈ ലോകം മുഴുവൻ നിറയാൻ തുടങ്ങിയെന്ന്. ഭയങ്കര രൂപികളായ തമോ ഗുണവാസനയുള്ള രുദ്രന്മാരുടെ ഗണത്താൽ കൂട്ടം ഈ 3 ലോകത്തും നിറയാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവന്
ഭയമായി. അങ്ങനെ ഭയം തോന്നിയ ബ്രഹ്മാവ് വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. അപ്പൊ ഭഗവാൻ തന്നെ ഉള്ളിൽ തോന്നിച്ച ആ ഒരു തോന്നൽ, ആ ഒരു പ്രേരണ അനുസരിച്ച് ഉടൻ തന്നെ ബ്രഹ്മദേവൻ രുദ്രദേവനോട്, മതി, ഇങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യരുത്, അങ്ങ് ലോക നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. അതിനായി അതെന്താണ്, എങ്ങനെയാണ് അങ്ങനെ ലോക നന്മയ്ക്കായി കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ മനസ്സടങ്ങണം, മനസ്സ് ഏകാഗ്രമാവണം. അതിനായിക്കൊണ്ട് അങ്ങ് തപസ് ചെയ്യൂ എന്ന് രുദ്രദേവനോട് ബ്രഹ്മാവ് വിളിച്ചു പറഞ്ഞു, പിതാവ് വിളിച്ചു പറഞ്ഞു. കാരണം അതായത് ആലോചനയില്ലാതെയുള്ള പ്രവൃത്തി ഉണ്ടല്ലോ, അങ്ങനെയുള്ള കർമ്മം അനർത്ഥങ്ങളെ സൃഷ്ടിക്കും. അപ്പൊ ഒരാലോചനയും കൂടാതെ തന്നിൽ നിക്ഷിപ്തമായ കർമ്മം പെട്ടെന്ന് അങ്ങനെ തുടരെ ചെയ്തു പോയപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് മുഴുവൻ തമോ ഗുണ രൂപത്തോടു കൂടിയ ഭയങ്കരമായ രുദ്രന്മാരായിരുന്നു. ഇങ്ങനെയല്ല പ്രജാസൃഷ്ടി നടത്തേണ്ടത്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിൽ ഈശ്വരേച്ഛയറിഞ്ഞ് കർമ്മം നിലനിർത്താൻ, കർമ്മം ചെയ്യാൻ, ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഈശ്വരേച്ഛയറിഞ്ഞ് കർമ്മം ചെയ്യാൻ സാധിക്കണമെങ്കിൽ, അത് ഏത് കർമ്മവുമാവട്ടെ, അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവണം. കർമ്മത്തിനോടുള്ള മമത, അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യാതെ മനസ്സടങ്ങി ഏകാഗ്രമായാലേ ഈശ്വരേച്ഛയറിഞ്ഞ് ഈ ലോക നന്മയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിൽ ഏതൊരു കർമ്മത്തെയും നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ രുദ്രനോട്, മതി, ഇപ്രകാരമല്ല കർമ്മം ചെയ്യേണ്ടത്, അങ്ങ് ഇങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യരുത്, ഇത് നിർത്തൂ, ഈ ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ അറിയണമെങ്കിൽ അങ്ങ് ആദ്യം തന്നെ തപസ്സു ചെയ്യൂ എന്ന് രുദ്രദേവനോട് നിർദ്ദേശിച്ചു. ശ്ലോകം 7. മരീചി മുതലായ സപ്തഋഷിമാരുടെ ഉത്പത്തിയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തസ്യാധ സർഗരസികസ്യ മരീചിരത്രീ തത്രാംഗിരാകൃതു മുനിപുലഃ പുലസ്ത്യാ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസാ. തസ്യ അധ സർഗരസികസ്യ മരീചി അത്രി തത്ര അംഗിരഃ കൃതുമുനിഃ പുലഹഃ പുലസ്ത്യഃ അംഗാദ് അജായത ഭൃഗുഃ ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദഃ ച ഭഗവൻ ഭവദംഘ്രിദാസഃ. അർത്ഥം: അധ പിന്നീട്, തത്ര അവിടെ, സർഗരസികസ്യ അതായത് സൃഷ്ടിയിൽ രസിക്കുന്ന, അതായത് ബ്രഹ്മദേവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുത്രനായ രുദ്രദേവനോട് തപസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തപസ്സിനായി പോയതിനു ശേഷം അവിടെ ആ സൃഷ്ടികർമ്മത്തിൽ രസം പിടിച്ചിരിക്കുന്ന ആ ബ്രഹ്മാവ്, തസ്യ ആ ബ്രഹ്മാവിന്റെ അംഗാദ് എന്ന് വെച്ചാൽ ശരീര അവയവങ്ങളിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, കൃതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരും ഉണ്ടായി. അതാണ് മരീചിഹി, അത്രിഹി, അങ്കിരഹ, കൃതുമുനിഹി, പുലഹഃ, പുലസ്ത്യഃ, ഭൃഗുഃ ച അജായത. പിന്നീട് രുദ്രദേവൻ തപസ്സിനായി പോയപ്പോൾ സൃഷ്ടികർമ്മത്തിൽ രസിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെ ശരീരാവയവങ്ങളിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, കൃതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിങ്ങനെയുള്ള സപ്തഋഷിമാർ ഉണ്ടായി. ഇനി വസിഷ്ഠദക്ഷൗച, വസിഷ്ഠനും ദക്ഷനും പിന്നീട് ഉദ്ഭവിച്ചു. ഇനി ഹേ ഭഗവൻ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഭവദംഘ്രിദാസ, അതിനുശേഷം ഭവദംഘ്രിദാസ, നിന്തിരുവടിയുടെ പാദദാസനായിട്ടുള്ള ശ്രീനാരദഃ ച അജായത, ശ്രീനാരദ മഹർഷിയും ഉണ്ടായി എന്ന്. അപ്പൊ രുദ്രദേവൻ പോയതിനു ശേഷം സൃഷ്ടികർമ്മത്തിൽ രസിക്കുന്ന, ആ രസം പിടിച്ചിരിക്കുന്ന ബ്രഹ്മദേവന്റെ ഓരോരോ ശരീര അവയവങ്ങളിൽ നിന്നുമാണ് സപ്തഋഷിമാര് ഉണ്ടായത്. പിന്നീട് വസിഷ്ഠനും ദക്ഷനും, അതിനുശേഷം എന്നും ഭഗവാന്റെ പാദസേവകനായിട്ടുള്ള പാദദാസനായ ശ്രീനാരദ മഹർഷിയും ഉണ്ടായി എന്ന്. ഇതിലെ പുരാണങ്ങൾ പറയുന്നത് മരീചി ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നുമാണ് ഉണ്ടായത് എന്നാണ്. അത്രി മഹർഷി ബ്രഹ്മാവിന്റെ നേത്രത്തിൽ നിന്നും, അങ്കിരസ് മുഖത്തു നിന്നും, കൃതുമുനി കയ്യിൽ നിന്നും,
ഭൃഗു മഹർഷി ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ ബ്രഹ്മദേവന്റെ മടിയിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ശ്ലോകം 8. തുടർന്നുണ്ടായ സൃഷ്ടി പ്രക്രിയയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ധർമാദികാൻ അഭിസൃജൻ അധ കർധമം ച വാണീം വിധായ വിധി അങ്കജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ജൻ. ധർമാദികാൻ അഭിസൃജൻ അധ കർധമം ച വാണീം വിധായ വിധി അങ്കജ സങ്കുല അഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷ മുഖൈഃ തനൂജൈഃ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. അധഃ അനന്തരം ധർമാദികാൻ ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമം ച കർദമ പ്രജാപതിയെയും അഭിസൃജൻ ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. വാണീം വിധായ വാണീദേവി സരസ്വതീ ദേവിയെ സൃഷ്ടിച്ചപ്പോൾ വിധിഹി ആ ബ്രഹ്മാവിനെ അങ്കജ സങ്കുല അഭൂത് കാമപരവശനായി തീർന്നു എന്ന്. അങ്കജൻ കാമദേവൻ, സങ്കുലം എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ട്, കാമദേവനാൽ ചുറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് കാമപരവശനായി തീർന്നു. സരസ്വതീ ദേവി അതീവ സുന്ദരിയായിരുന്നു. അപ്പോൾ ആ സൗന്ദര്യം കണ്ടപ്പോൾ തന്നിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്ന് പോലും മറന്നുപോയി ആ ബ്രഹ്മദേവൻ കാമപരവശനായി തീർന്നു. ഈ സമയം ത്വദ്ബോധിതൈഹി ഭഗവാനെ നിന്തിരുവടിയുടെ പ്രേരണയാൽ ഭഗവാൻ തന്നെ പ്രേരിപ്പിച്ച് സനകദക്ഷ മുഖൈഹി സനകൻ ദക്ഷൻ തുടങ്ങിയ തനൂജൈഹി മക്കൾ ഉദ്ബോധിത ആ ബ്രഹ്മാവിനെ ഓർമ്മപ്പെടുത്തിയെന്ന്. അപ്പോൾ സനകൻ ദക്ഷൻ തുടങ്ങിയ പുത്രന്മാരുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചു, പിതാവ് ചിന്തിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് പിതാവിനെ ഓർമ്മപ്പെടുത്തൂ എന്ന് തോന്നിപ്പിച്ചപ്പോൾ സനകൻ ദക്ഷൻ തുടങ്ങിയ മക്കൾ ബ്രഹ്മദേവനെ ഓർമ്മപ്പെടുത്തി, ഇത് ശരിയല്ല, ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്, സരസ്വതീ ദേവി തന്നിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവളാണ്, ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് മക്കൾ പിതാവിനെ ഓർമ്മിപ്പിച്ചു. തമഹ വിമുഞ്ചൻ അങ്ങനെ ആ അജ്ഞാനത്തെ കൈവെടിഞ്ഞ് വിരരാമച ആ കൃത്യത്തിൽ നിന്ന് ബ്രഹ്മദേവൻ പിന്മാറുകയും ചെയ്തു. പിന്നീട് ആ ബ്രഹ്മദേവൻ ധർമ്മദേവൻ കർദമ പ്രജാപതി തുടങ്ങിയവരെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം സരസ്വതീ ദേവിയെ സൃഷ്ടിച്ചപ്പോൾ കാമപരവശനായി തീർന്നുവത്രേ. അതായത് സരസ്വതീ ദേവിയുടെ ആ സൗന്ദര്യം കണ്ട് തന്നിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവളാണെന്ന് പോലും മറന്നുകൊണ്ട് ബ്രഹ്മാവിന് കാമമുണ്ടായി. ഈ സമയം ഭഗവാൻ സനകൻ ദക്ഷൻ തുടങ്ങിയ മഹർഷിമാരുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചു പിതാവിനെ തടയാനായിട്ട്. അങ്ങനെ ആ മക്കൾ പിതാവിനെ ഓർമ്മപ്പെടുത്തി, അങ്ങ് ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന്. അപ്പോൾ ആ അജ്ഞാനത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ബ്രഹ്മദേവൻ ആ കൃത്യത്തിൽ നിന്നെല്ലാം പിന്മാറുകയും ചെയ്തു. ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എത്ര വലിയ മഹാനാണെങ്കിൽ പോലും തമോബാധ ഉണ്ടാകുമെന്നും ഈ സമയം ഉചിതമായ ഉപദേശം സ്വന്തം പുത്രന്മാരിൽ നിന്നാണെങ്കിൽ പോലും സ്വീകരിക്കണം, മനസ്സിലായി, അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ശ്ലോകം 9. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാ കുർവൻ നിജാനന ഗണാത് ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധി അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂത്. വേദാൻ പുരാണ നിവഹാൻ അഭി സർവവിദ്യാഃ കുർവൻ നിജ ആനന ഗണാത് ചതുരാനനഃ അസൗ പുത്രേഷു തേഷു വിനിധായ സഹ സർഗവൃദ്ധി അപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതഃ അഭൂത്. സഹ ആ അസൗ ചതുരാനനഃ അതായത് ആ ചതുരാനനൻ നാൻമുഖൻ 4 മുഖങ്ങളോട് കൂടിയ ആ ബ്രഹ്മാവ്
നിജ ആനന ഗണാത് വേദാൻ, തൻ്റെ നിജ ആനനം തൻ്റെ 4 മുഖങ്ങളിൽ നിന്ന് വേദാൻ വേദങ്ങൾ, പുരാണ നിവഹാൻ പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ ഇതിഹാസങ്ങൾ തുടങ്ങിയവയും, സർവവിദ്യ അതായത് ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം മുതലായ സകല വിദ്യകളും അഭികുറുവൻ അവയെല്ലാം നിർമ്മിച്ച്, തേഷു പുത്രേഷു വിനിധായ തൻ്റെ മരീചി മുതലായ പുത്രന്മാർക്ക് അത് അഭ്യസിച്ചു കൊടുത്തു, അത് പഠിപ്പിച്ചു കൊടുത്തു. സർഗവൃത്തിം അപ്രാപ്നുവൻ, പക്ഷേ എന്നിട്ടും താൻ ആഗ്രഹിച്ച പോലെ ആ സർഗവൃത്തിയും സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കാത്തതിനാൽ തവ പാദാംബുജം ഭഗവാനെ നിന്തിരുവടിയുടെ പാദങ്ങളെ തന്നെ ആശ്രിത അഭൂത് ശരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളിൽ നിന്ന് വേദങ്ങൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയും, ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം എന്നിങ്ങനെ സകല വിദ്യകളും നിർമ്മിച്ച് ആ സപ്തഋഷിമാര് തൻ്റെ പുത്രന്മാരായിട്ടുള്ള മരീചി മുതലായ മക്കൾക്ക് ആ വിദ്യകളൊക്കെ അഭ്യസിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും താൻ ആഗ്രഹിച്ച പോലെ സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ബ്രഹ്മദേവൻ ഭഗവാന്റെ ഇച്ഛ എന്തെന്നറിയാനായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ ശരണം പ്രാപിച്ച് കഴിഞ്ഞു. ശ്ലോകം 10. ജാനന്നുപായ മദദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജത് മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയംസ്ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുദ്ധിരോഗാൻ. ജാനൻ ഉപായം അധ ദേഹം അജഹ വിഭജ്യ സ്ത്രീപുംസഭാവം അഭജത് മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയം ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുദ്ധി രോഗാൻ. അധ അനന്തരം അജഹ ആ ബ്രഹ്മാവ് ഉപായം ജാനൻ സൃഷ്ടി വർദ്ധിപ്പിക്കുക, താൻ ആഗ്രഹിച്ച പോലെ സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കാത്തത് മൂലം ബ്രഹ്മദേവൻ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചപ്പോൾ ആ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന്റെ ഉള്ളിലിരുന്ന് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അനന്തരം ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപായം അറിഞ്ഞ് ദേഹം വിഭജ്യ തൻ്റെ ദേഹത്തെ 2 പകുത്തു, അതായത് 2 വിഭജിച്ചു. അപ്പൊ ഇനി എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിപ്പിക്കേണ്ടത് എന്നറിയാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന്റെ ഉള്ളിലിരുന്ന് തോന്നിപ്പിച്ചു തൻ്റെ ദേഹത്തെ 2 വിഭജിക്കാൻ. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ ദേഹത്തെ 2 പകുത്ത് മനു തദ്വധൂഭ്യാം മനു സ്വയംഭൂവ മനുവും അദ്ദേഹത്തിന്റെ പത്നിയായ ശതരൂപയുമായി സ്ത്രീ പുംസഭാവം അഭജത് സ്ത്രീ പുരുഷ ഭാവത്തെ അവലംബിച്ചു. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ അവരിലൂടെ മനുഷ്യരാശിയെ പിന്നെ വർദ്ധിപ്പിച്ചു. മനുഷ്യകുലത്തെ എണ്ണം അതിൻ്റെ പ്രജകളെ അങ്ങനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതുവരെയുള്ളത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഉണ്ടായിരുന്ന സൃഷ്ടി ആയിരുന്നില്ല. സ്വയംഭുവ മനുവും ശതരൂപയും അവരെ ബ്രഹ്മാവിന്റെ ശരീരം 2 പകുത്തതാണ്, 2 പിരിഞ്ഞതാണ് ഭാര്യയും ഭർത്താവും എന്നാണ് പറയുന്നത്. അതാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഒരേ ശരീരം 2 ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ ശരീരം 2 പകുത്തതിൽ നിന്നും സ്വയംഭുവ മനുവും ശതരൂപയും ഉണ്ടായി. അവർ സ്ത്രീ പുരുഷ ഭാവത്തെ അവലംബിച്ചു. ഹേ മാരുതപുരേശ ഗോവിന്ദ, അല്ലയോ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഭഗവാനെ. ഗോവിന്ദ എന്ന ഭഗവാനെ വിളിക്കാൻ കാരണം ഗോവിനെ രക്ഷിച്ചവൻ എന്നർത്ഥത്തിൽ. ഗോവിനെ എന്നാൽ ഭൂമിയെ രക്ഷിച്ചവൻ. വരാഹരൂപേണ ജലത്തിൽ നിന്നും ആ രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന
ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദ എന്ന് വിളിക്കുന്നു. അങ്ങനെ ശ്രീ ഗുരുവായൂരിൽ വസിക്കുന്ന ഗുരുവായൂരപ്പ ഗോവിന്ദ താഭ്യാം ച മാനുഷ കലാനി, അവരെ കൊണ്ട്, അതായത് സ്വയംഭുവ മനുവിലൂടെയും അദ്ദേഹത്തിന്റെ പത്നി ശതരൂപയിലൂടെയും പിന്നെ മനുഷ്യവംശത്തെ താഭ്യാം ച മാനുഷ കലാനി, മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിവർദ്ധയൻ എന്ന് വെച്ചാൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ത്വം, അവിടുന്ന് രോഗാൻ നിരുദ്ധി, എൻ്റെ രോഗങ്ങളെയും നിവാരണം ചെയ്യണമേ എന്ന് മേൽപ്പത്തൂരിന്റെ ഒരു പ്രാർത്ഥന ഭഗവാനോട് പറയാണ്. അപ്പോൾ പുത്രന്മാരെ എല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം തൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാ അറിവുകളും സകല വിദ്യകളും നിർമ്മിച്ചു കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് മനസ്സിൽ ആഗ്രഹിച്ച പോലെയുള്ള ഒരു സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണമടഞ്ഞു. അപ്പൊ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് തോന്നിക്കുകയാണ് ആ ശരീരത്തെ രണ്ടായി വിഭജിക്കാൻ. അങ്ങനെ ബ്രഹ്മദേവൻ തൻ്റെ ആ ഉപായം അറിഞ്ഞ ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തെ രണ്ടായി പകുത്ത് അതിൽ നിന്നും സ്വയംഭുവ മനുവും ശതരൂപയും ഉണ്ടായി. അവർ ഭാര്യ ഭർത്തൃബന്ധത്തിലൂടെ പിന്നീട് മനുഷ്യരാശി വംശത്തെ അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവരിലൂടെ മനുഷ്യവംശത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന അല്ലയോ ഗോവിന്ദ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗങ്ങളെയും നിവാരണം ചെയ്യണേ എന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ ഈ നാരായണീയം ദശകം 10 ഇവിടെ അവസാനിക്കുന്നു.